നമ്മളുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ മാർക്സിൻ്റെ ഐഡിയോളജിയെക്കുറിച്ചും മാർക്സും എംഗൽസും മുന്നോട്ട് വെച്ച സോഷ്യലിസം എന്ന ആശയത്തെക്കുറിച്ചും വളരെ വിശാലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ സോഷ്യലിസം എന്ന ആശയത്തിന് കമ്മ്യൂണിസം എന്നൊരു ഡീവിയേഷൻ കൊടുത്തത് മാർക്സും എംഗൽസുമാണ്. മാർക്സും എംഗൽസും ഈ ഒരു ആശയം മുന്നോട്ട് വയ്ക്കുമ്പോൾ അവരുടെ മനസ്സിലുണ്ടായിരുന്നത് അധകൃതരായി കിടക്കുന്ന തൊഴിലാളി വിഭാഗത്തിൻ്റെ പുനർജീവനവും അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ഒരു സമൂഹം ക്യാപിറ്റലിസ്റ്റ് ചിന്താഗതിയിൽ നിന്നും മാറി പുതിയൊരു ഐഡിയോളജിയുമായിട്ട് അല്ലെങ്കിൽ ഒരു പുതിയ ആശയവുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ള അവരുടെ ഒരു ചിന്തയുടെ ഉൽപ്പന്നമാണ്, പ്രോഡക്റ്റാണ് നമ്മൾ ഈ കാണുന്ന സോഷ്യലിസം എന്ന ആശയം, അല്ലെങ്കിൽ കമ്മ്യൂണിസം, മാർക്സിയൻ സോഷ്യലിസം എന്ന് പറയുന്നു, അല്ലെങ്കിൽ സയൻറ്റിഫിക് സോഷ്യലിസം എന്ന് വിളിക്കുന്നു. ഒക്കെ ഒരേ പേര് തന്നെയാണ്, പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരേ കാര്യം തന്നെയാണ്. ഇനി നമ്മൾ കാണാനായിട്ട് പോകുന്നത് മാർക്സിയൻ ടെനറ്റ്സ് ആണ്. ടെനറ്റ്സ് മീൻസ് മാർക്സിയൻ ചിന്താഗതിയുടെ ഉപവിഭാഗങ്ങൾ ഏതൊക്കെയെന്നുള്ളതാണ്. ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സോഷ്യൽ ഡാർവിനിസം എന്നൊരു ടോപ്പിക്ക് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഡാർവിൻ എന്താണ് പറഞ്ഞത്, എങ്ങനെയാണ് സമൂഹം ഉണ്ടായത്, അല്ലെങ്കിൽ മനുഷ്യൻ ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന പുസ്തകത്തിൽ ഡാർവിൻ എങ്ങനെ പറഞ്ഞു എന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. അതിൻ്റെ മാർക്സിയൻ ചിന്താഗതിയാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ്. മറ്റൊന്ന് സർപ്ലസ് വാല്യൂ ആണ്. നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു, ദാസ് ക്യാപിറ്റൽ എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞ ഏറ്റവും വലിയ മെസ്സേജ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഈ സർപ്ലസ് വാല്യൂ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ അത് മറ്റൊന്ന്. പിന്നെ നമുക്കതിനകത്ത് ഉള്ളത് മെറ്റീരിയലിസം എങ്ങനെ ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു, അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുടെ, കമ്മ്യൂണിസ്റ്റ് ആശയത്തിൻ്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള സത്യം, കമ്മ്യൂണിസം കംസ് ഫ്രം ദി കോൺഫ്ലിക്റ്റ് ഓർ ക്ലാസ് സ്ട്രഗിൾ ബിറ്റ്വീൻ ദ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ദ പ്രോളിറ്റേറിയറ്റ്. ഇവർ തമ്മിലുള്ള ആശയ വൈരുദ്ധ്യമാണ്, രണ്ടുപേരും തമ്മിലുള്ള തർക്കമാണ്, സ്ട്രഗിളാണ് കമ്മ്യൂണിസം എന്ന ആശയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത്. എന്താണോ ക്യാപിറ്റലിസം ആവശ്യപ്പെടുന്നത് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് കമ്മ്യൂണിസം അവകാശപ്പെടുന്നത്. അപ്പോൾ അത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് എന്ത് തന്നെയായാലും സംഭവിക്കും. രണ്ടാശയങ്ങൾ രണ്ട് രൂപത്തിലാണല്ലോ. ഈ ആശയങ്ങൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തിൽ നിന്നുണ്ടാകുന്ന പുതിയ ഒരു കണ്ടെത്തൽ അല്ലെങ്കിൽ പുതിയൊരു ആശയം, ആ ഒരു പുതിയ തോട്ടിനെയാണ് നമ്മളീ പറയുന്ന എന്തെന്ന് വിളിക്കേണ്ടത്, നമ്മളിപ്പോൾ പറഞ്ഞ ക്ലാസ് സ്ട്രഗിൾ, കമ്മ്യൂണിസത്തിൻ്റെ ഏറ്റവും ബേസ് എന്ന് വിളിക്കാവുന്ന പ്രശ്നം. അപ്പം ഇനി അത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ നേരിട്ട് അതിലേക്ക് കടക്കുകയാണ്. മാർക്സ് ആൻഡ് എംഗൽസ് ട്രാൻസ്ഫോംഡ് സോഷ്യലിസം, എ മോർ popular political philosophy in Europe. They critically evaluated the capitalist society of the mid-19th century in the light of the political economy of Britain. Marx broke away from the evolutionary theory of utopian socialist. He prepared a theoretical program for the destruction of capitalism and its replacement by communist system. His program was more convincing to the working class. Marxian socialism is vested on the following basic concepts. അപ്പോൾ ഇവിടെ ഉണ്ടായ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത്, തോമസ് മോർ അദ്ദേഹത്തിൻ്റെ ഉട്ടോപ്യ എന്ന പുസ്തകത്തിലൂടെ പുതിയൊരു രാജ്യം വിഭാവനം ചെയ്തുവെങ്കിലും അതൊരു ജസ്റ്റ് ആൻ ഇമാജിനറി വേൾഡ് മാത്രമാണ്. ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഇൻ ദ കറന്റ് സിറ്റുവേഷൻ ആൻഡ് സിനാരിയോ. അത് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു പൊളിച്ചെഴുത്ത് സാധ്യമല്ല എന്നുള്ള തിരിച്ചറിവാണ് ഉട്ടോപ്യ എന്ന പുസ്തകത്തിന് ഫെയിലിയറാക്കി മാറ്റിയത്. തോമസ് മോറിൻ്റെ ആശയം ഫലപ്രാപ്തിയിൽ എത്തിച്ചു കാണിക്കാൻ തോമസ് മോറിന് കഴിഞ്ഞില്ല. അവിടെയാണ് കാറൽ മാർക്സിൻ്റെ വിജയം എന്ന് പറയുന്നത്. മാർക്സ് വളരെ കൃത്യമായിട്ട്
തിയറി ഉണ്ടാക്കുക മാത്രമല്ല, ഈ തിയറി എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം, അത് എങ്ങനെ അപ്ലിക്കബിൾ ആക്കാം എന്നുള്ളതിനെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള 1 by 1 ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്സിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഈ തിയറി ഇത്രയും വലിയൊരു വിജയമായിട്ട് മാറിയത്. എങ്ങനെ ക്യാപിറ്റലിസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് സോഷ്യലിസം എന്ന സയന്റിഫിക് കമ്മ്യൂണിസം ജനങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കാം, അതെങ്ങനെ ഫലപ്രാപ്തിയിൽ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ച് മികച്ച ധാരണയുള്ള വ്യക്തിയായിരുന്നു ഈ പറയുന്ന കാർൽ മാർക്സ്. അതാണ് മാർക്സും തോമസ് മോറും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ സോഷ്യലിസം എന്ന ആശയം മുന്നോട്ട് വെച്ച പലരുമായിട്ടുള്ള വ്യത്യാസം അതാണ്. ഇനി അതിൻ്റെ ഉപവിഭാഗങ്ങൾ എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. ഫസ്റ്റ് വൺ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, സെക്കൻഡ് വൺ മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി, തേർഡ് വൺ ക്ലാസ് സ്ട്രഗിൾ, ഫോർത്ത് വൺ സർപ്ലസ് വാല്യൂ, ഫിഫ്ത്ത് വൺ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോലറ്റേറിയറ്റ് ആൻഡ് വിത്തറിംഗ് അവേ ഓഫ് ദി സ്റ്റേറ്റ്. 6 ഘടകങ്ങളാണ് ഉപവിഭാഗങ്ങളായിട്ട് ഇതിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിനി നേരം ഒട്ടും കളയാതെ തന്നെ ആദ്യത്തെ തിയറി, അല്ലെങ്കിൽ ആദ്യമായിട്ട് എന്താണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മാർക്സ് എന്ത് ആശയം പറയാനാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം പറഞ്ഞത് എന്നുള്ള കാര്യമാണ് നമ്മൾ നേരിട്ടിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. Marx put forward the principle of dialectical materialism. Marx took the idea of dialectics from Hegel. Hegel believed that social change is a dialectic process, but the theory of his dialectics was confined to the realm of ideas. Instead of Hegel's idealism, Marx underlined the role of economic forces in the process of dialectics. According to him, dialectic is a study of contradictions which lay at the very heart of existence. ഇവിടെ എന്താണ് ഡയലക്റ്റിക് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ് കാർൽ മാർക്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതിന് മാർക്സ് ഉപയോഗിച്ചിരിക്കുന്ന വാചകം നോക്കൂ. ഡയലക്റ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് കോൺട്രാഡിക്ഷൻസ് വിച്ച് ലൈ അറ്റ് ദ വെരി ഹാർട്ട് ഓഫ് ദി എക്സിസ്റ്റൻസ്. മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ വസ്തുവിൻ്റെ നിലനിൽപ്പിനെ ആധാരമാക്കി നിൽക്കുന്ന ഏതൊരു കോൺട്രാഡിക്ഷനും അതൊക്കെ ഡയലക്റ്റിക് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ത്രൂഡി ഇലാബറേറ്റ് ആയിട്ട് നമുക്ക് പറയാം. While all other utopian thinkers had an undialectical view of history, Marx based on his argument on the dialectical relationship. This relationship are inevitably antagonistic. Development is a struggle of opposite forces which are always present, forms the moving force of history. The dominant force each age assumed the role of a atheist. The dominant forces it causes the emergence of its opposite called antithesis. The conflict between these two opposite forces led to the production of synthesis, which had the more valuable element of both thesis and antithesis. During the mid-19th century, capitalism was dominant in the society and it acted as the thesis. The domination of capitalism caused for the birth of antithesis, the proletariat. Struggle between the capitalist and the proletariat's forces lead to the establishment of a socialistic society. It's called synthesis. നിങ്ങൾക്ക് ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡയലക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മാർക്സ് ഇവിടെ പറയുന്നത്. മാർക്സ് പറയുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യം മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. മാർക്സ് പറയാണ്, ഒരു കാര്യം സമൂഹത്തിൽ സംഭവിക്കുകയാണ്, പുതിയതായിട്ടൊരു കാര്യം സംഭവിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ കേരള സംസ്ഥാനത്ത് എടുക്കാമെന്ന് വിചാരിക്കും. ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം ഇതാണ് കേരള സംസ്ഥാനത്തെ ഉദാഹരണമായി എടുക്കുന്നു എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഉത്തരങ്ങളായിട്ട് എഴുതരുത്. ഇവിടെ ഒരു ഉദാഹരണം വേറെ തന്നിട്ടുണ്ട്, ഞാൻ അതിലേക്കും വരാം. അതിന് മുൻപേ ഞാൻ പറയുകയാണ്, മാർക്സ് പറഞ്ഞത് 3 കാര്യങ്ങളാണ്.
ആദ്യം ഒരു തീസസ് ഉണ്ടാവും. തീസസ് മീൻസ് അതെന്തുമാവാം. ചിലപ്പോൾ അതൊരു തിങ്കിങ് ആവാം, ഒരു ജസ്റ്റ് തോട്ട് ആവാം, അല്ലെങ്കിൽ അതൊരു പുതിയ ഐഡിയോളജി ആവാം. എന്ത് തന്നെയായാലും ആദ്യം ഒരു തീസസ് ഉണ്ടാവും. ഈ തീസിസിന് എതിരായിട്ട് എന്തായാലും ഉണ്ടാവുമല്ലോ. ആശയം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു ആശയം ഉണ്ടായി അല്ലെങ്കിൽ ഒരു ഐഡിയ ഉണ്ടായി, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് എന്തായാലും അവിടെ സംഭവിക്കും. എവറി ആക്ഷൻ ഹാസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ്. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നിങ്ങളൊരു പുതിയ ആശയം മുന്നോട്ട് വെച്ചാൽ, ഇപ്പം ഗാന്ധിസം ഒരു ഐഡിയോളജിയാണ്. ഗാന്ധിസത്തിനെതിരായിട്ട് എത്രയോളം ഐഡിയോളജികളുണ്ട്, എത്രയോ പേര് ഗാന്ധിജിയുടെ ആശയത്തെ എതിർക്കുന്നവരുണ്ട്. അപ്പോൾ തീസിസ് ഒരെണ്ണം ഉണ്ടാവും, അതിനെ എതിർക്കുന്ന ഒരു ആൻറ്റി തീസിസ് ഉണ്ടാവും. ഈ തീസിസും ആൻറ്റി തീസിസും തമ്മിൽ എപ്പോഴും തർക്കിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ എപ്പോഴുള്ള ഈ തർക്കം, നിരന്തരമായിട്ടുള്ള ഈ സ്ട്രഗിള് അവസാനം ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ അവർ ധാരണയിലെത്തും. ഈ ധാരണയെ മാക്സ് വിളിക്കുന്ന പേരാണ് സിന്തസിസ്. സിന്തസിസ് ഉണ്ടായാൽ പ്രശ്നം സോൾവ് ആയി. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, കേരള സംസ്ഥാനത്തിന് വെച്ചിട്ട് ഞാനൊരു ഉദാഹരണം പറയാം. കമ്മ്യൂണിസ്റ്റ് ആശയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു പാർട്ടി ഇലക്ഷനിൽ മത്സരിക്കാൻ തീരുമാനിക്കും. അതിനെ എതിർത്തുകൊണ്ട് നമ്മളിപ്പോൾ 2 പാർട്ടികളെ എടുക്കുന്നുള്ളൂ. ഗാന്ധിസൻ മോഡലിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പാർട്ടി ആൻറ്റി തീസിസ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നു, എതിർത്ത് നിൽക്കുന്നു. എലക്ഷൻ എന്ന പ്രോസസ്സിലൂടെ ഒരാളെ വിജയിയായിട്ട് പ്രഖ്യാപിക്കും. അവിടെ ഒരു സിന്തസിസിലെത്തി. ദിസ് ഈസ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ ദിസ് ഈസ് അവർ ചോയ്സ് എന്നുള്ളൊരു സിന്തസിസിലേക്ക് നമ്മളെത്തി. രണ്ടിനെയും നമ്മൾ നോക്കി, തീസിസിനെയും നോക്കി, ആൻറ്റി തീസിസിനെയും നോക്കി, എന്നിട്ട് നമ്മൾ സിന്തസിസിലേക്ക് എത്താണ്. ഇവിടെ മാക്സ് പറയുന്ന ഉദാഹരണം ക്യാപിറ്റലിസം എന്നൊരു ഐഡിയ മുന്നോട്ട് വയ്ക്കുകയാണ്. ക്യാപിറ്റലിസത്തിൽ ക്യാപിറ്റൽ ആരുടെ കയ്യിലാണോ അയാൾക്കാണ് കൂടുതൽ പ്രാധാന്യം. അയാൾ മാക്സിമം ഫണ്ട് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ട് കൊണ്ട് അയാൾ എന്ത് ചെയ്യുന്നു, ലാഭം ഉണ്ടാക്കാൻ തുടങ്ങും. അയാൾ ലാഭം ഉണ്ടാക്കണമെങ്കിൽ അവിടെ കുറച്ച് തൊഴിലാളികൾ വേണം, പണിയെടുക്കാൻ കുറച്ച് ആൾക്കാർ വേണ്ടേ. ഈ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഇയാൾക്ക് വേണ്ടി പണിയെടുക്കുമ്പോഴാണ് ഇയാൾക്ക് ഈ പറഞ്ഞ ലാഭം ഉണ്ടാവും. ആ പണിയെടുക്കുന്ന വിഭാഗമാണ് പ്രോലിറ്റേറിയൻസ്. ഈ പ്രോലിറ്റേറിയൻസിന് അവർക്ക് കിട്ടേണ്ടത് കിട്ടാതെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്യാപിറ്റലിസ്റ്റിനോട് ദേഷ്യം ഉണ്ടാവും, സ്ട്രഗിൾ ചെയ്യും. രണ്ടുപേരും കൂടി സ്ട്രഗിൾ ചെയ്യുമ്പോൾ അതിനുള്ള ഏക പരിഹാരമായിട്ട് മാക്സ് മുന്നോട്ട് വയ്ക്കുന്ന സിന്തസിസ് ആണ് കമ്മ്യൂണിസം. കമ്മ്യൂണിസം എന്നാൽ ഈ പ്രശ്നമൊന്നും ഇല്ല എന്നാണ് മാർക്സ് പറയുന്നത്. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടായി, ആ പ്രോബ്ലത്തിനെതിരായിട്ട് അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യുന്ന മറ്റൊരു പ്രശ്നം ഉന്നയിക്കപ്പെടുന്നു. ആ 2 പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ അത് തമ്മിലുള്ള സ്ട്രഗിളിന് ശേഷം എന്താണോ നമുക്ക് കിട്ടുന്ന ഔട്ട്കം, അതാണ് സിന്തസിസ്. ഇതാണ് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം. എപ്പോഴും കാലം ഇങ്ങനെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. ആദ്യം ഒരു ഐഡിയ വരും, ആ ഐഡിയക്ക് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു ഐഡിയ വരും, അതിലേതെങ്കിലും ഒരു ഐഡിയ തമ്മിലടിച്ച് അവസാനം അതിൽ നിന്നൊരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും, അതിനെ സമൂഹം അംഗീകരിക്കും. ഇതന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നാണ് മാർക്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഇനി അത് ആള് ഹിസ്റ്ററിയുമായിട്ട് റിലേറ്റ് ചെയ്യാണ്. എങ്ങനെയാണ് ആൾ ഈ പറഞ്ഞ തീസിസ്, ആൻറ്റി തീസിസ് ആൻഡ് സിന്തസിസ് എന്നുള്ള തിയറി ഹിസ്റ്ററിയിൽ വർക്കൗട്ട് ആവുന്നത് എന്നുള്ളതാണ് ഇനി അദ്ദേഹം പറയാനായിട്ട് പോകുന്നത്. മെറ്റീരിയലിസ്റ്റ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഹിസ്റ്ററി. Historical materialism is another principle of Karl Marx. He applied this principle to the interpretation of history. ഹിസ്റ്ററി എന്താണ് സംഭവിച്ചതെന്ന് പറയാനായിട്ടും ആൾ ഉദ്ദേശിക്കുന്നത് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിലൂടെ എങ്ങനെ ഹിസ്റ്ററിയെ കുറിച്ച് പറയാമെന്നുള്ളതാണ്. മാർക്സ് സമ്മറൈസ്ഡ് ദ മെറ്റീരിയലിസ്റ്റിക് ആസ്പെക്ട് ഓഫ് ഹിസ് തിയറി ഓഫ് ഹിസ്റ്ററി ഇൻ ദ പ്രിഫേസ് ടു എ കോൺട്രിബ്യൂഷൻ ടു ദ critic of political economy in 1859. Prior to Marx, history was conceived to be the result of the impact of ideas that were to effect changes in a society. But Marx, while rejecting the emphasis on the ideas as the root cause of any change, attributed economic conditions alone as responsible for the
historical development. In his materialistic conception of history, Marx found matter rather than spirit as the cause of any social change. Hence, his understanding of human needs and the structure of the society was to begin with an understanding of man as an economic being. In any case, economic determinism is the beginning point in his perspective. Marx argued that economic or material factors determine historical phenomena, production, distribution, and exchange of goods finally determine political, social, and cultural changes. ഇവിടെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എങ്ങനെ ഹിസ്റ്ററിയിൽ അപ്ലിക്കബിൾ ആവുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് മാർക്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അതിന് മാർക്സ് വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ടു ദ ക്രിട്ടിക് ഓഫ് പൊളിറ്റിക്കൽ ഇക്കണോമി എന്ന പുസ്തകത്തിൻ്റെ പ്രിഫേസിലെ ആമുഖത്തിൽ അദ്ദേഹം പറയുകയാണ്, നമ്മളൊരു ഇക്കണോമിക് സൊസൈറ്റി, മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഇക്കണോമിക് ബീയിങ് ആണ്. അവൻ്റെ നീഡ്സ് ഒപ്പം തന്നെ സൊസൈറ്റിയുടെ സ്ട്രക്ചർ രണ്ടിനെയും ബേസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ സൊസൈറ്റിക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും, ഒരു ക്ലാസ് ഡിവിഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ആ ക്ലാസ് ഡിവിഷനെയും കൂടി ബേസ് ചെയ്തിട്ടാണ് സൊസൈറ്റി നിലനിന്ന് പോകുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ആവശ്യമുണ്ട്, ഇപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കണം. നാച്ചുറലായിട്ടും ഹ്യൂമൻസിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങളിലൊന്നും ഭക്ഷണം കഴിക്കണമെങ്കിൽ ഞാൻ കൃഷി ചെയ്യണം, എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പം എനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള അവകാശം ഉണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് സൊസൈറ്റിയുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ്. അപ്പം എൻ്റെ നീഡും സൊസൈറ്റിയുടെ സ്ട്രക്ചറും ഇത് രണ്ടും മനസ്സിലാക്കുന്ന ഒരു ഇക്കണോമിക് ബീയിങ് ആയിട്ട് ഞാൻ മാറണം. എന്നിട്ട് ഇക്കണോമിക് ഡിറ്റർമിനിസം ഈസ് ദ ബിഗിനിങ് പോയിന്റ് ഓഫ് ഹിസ് പെർസ്പെക്റ്റീവ്. ഈ തിരിച്ചറിവിൽ നിന്നായിരിക്കണം ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാൻ തിരിച്ചറിയണം. ഇപ്പോൾ എനിക്ക് കൃഷി ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് സൊസൈറ്റിയിലെ സ്ട്രക്ചർ നോക്കണം, അതിനുശേഷം എൻ്റെ നീഡും നോക്കണം. അപ്പോൾ വേറൊരാളവിടെ കൃഷി ചെയ്യുന്നുണ്ട്, അയാൾ ആവശ്യമുള്ള അത്ര പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാനും അതന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പം ഞാൻ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി ഞാൻ വല്ല വേറെ എന്തെങ്കിലും ജോലിക്ക് തിരിയേണ്ടതായിട്ട് വരും. കാരണം സൊസൈറ്റിക്ക് ഇത് ആവശ്യമില്ല. സ്ട്രക്ചർ പ്രകാരം കൃഷി ചെയ്യാൻ വിധിക്കപ്പെട്ട വേറൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ, അപ്പം അവർ ചെയ്യും. പക്ഷെ എൻ്റെ ആവശ്യം എനിക്ക് ഭക്ഷണം കിട്ടണം എന്നുള്ളതാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? വേറെ ഏതെങ്കിലും ഒരു ജോലി ചെയ്തിട്ട് ആ ജോലിയിൽ നിന്നുണ്ടാവുന്ന ഔട്ട്കം ഇവർക്ക് കൊടുത്തിട്ട് ഇവരുടെ കാർഷിക വൃത്തിയിൽ നിന്നുള്ളത് ഞാൻ മേടിക്കണം. അപ്പം എനിക്ക് ഫുഡ് കഴിക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, അവനവൻ്റെ നീഡ് മനസ്സിലാക്കണം. ഒപ്പം തന്നെ ഇക്കണോമിക് ഡിറ്റർമിനിസം ഈസ് ദ ബിഗിനിങ് പോയിന്റ് ഓഫ് ഹിസ് പെർസ്പെക്റ്റീവ്. അവൻ്റെ കാഴ്ചപ്പാടിൻ്റെ തുടക്കം അവിടെ നിന്നായിരിക്കണം. എന്താണ് സമൂഹത്തിന് വേണ്ട ഇക്കണോമിക്കൽ നീഡ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ വർക്ക് ചെയ്യാനായിട്ട്. ദെൻ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഫൈനലി ഡിറ്റർമൈൻ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ എക്സ്ചേഞ്ചസ്. നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ ഫൈനൽ പ്രോഡക്റ്റും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും തീരുമാനിക്കും ഈ സൊസൈറ്റിയിൽ എന്ത് രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക വ്യവസ്ഥിതിയാണ് നിലനിൽക്കേണ്ടത്. അപ്പോൾ ഇതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിലൂടെ പോയാൽ മാത്രമേ അതിൻ്റെ അൾട്ടിമേറ്റ് ഗോളിലേക്ക് എത്തുള്ളൂ എന്നാണ് മാർക്സ് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, മാറ്റർ ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ ബേസ്, whereas the idea is placed in superstructure, thereby establishing base superstructure relationship. Whenever certain changes do occur in economy, then their reflection is visible in the idea. But in any case, there cannot be a situation of vice versa. The contribution of Marx lays in the fact that class contradiction center around the prevailing mode of production with its economic system. Change in the mode of production
would invariably lead to a change in the nature of society itself. For instance, in the primitive stage, the contradiction between man and nature changed the conditions of life, thereby leading to the emergence of a slave society. Later on, the antagonism between the slaves and the slave owners gave rise to the establishment of feudal society, wherein cultivation was introduced. During this phase, the slave owners who became feudal lords converted slaves into farm workers or serfs. അപ്പോൾ അദ്ദേഹം ചരിത്രത്തെ വ്യാഖ്യാനിക്കുകയാണ്, ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. നമ്മൾ നീഡ്സിനനുസരിച്ച് സോഷ്യൽ സ്ട്രക്ചറിനനുസരിച്ച് എങ്ങനെയാണ് മാറ്റം വരുന്നതെന്ന് മാക്സ് കാണിച്ചു തരികയാണ്. വെറുതെ പറഞ്ഞു പോവല്ല, മാക്സ് കൃത്യമായിട്ട് അടിവരയിട്ട് പറയുകയാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഔട്ട്കം ഉണ്ടാവുന്നതെന്ന് അദ്ദേഹം പറയാൻ ശ്രമിക്കുക. അതിന് അദ്ദേഹം ഉദാഹരണം കൃത്യമായിട്ട് പറയാണ്. നമ്മളുടെ ഇക്കണോമിയുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മളുടെ ജീവിത രീതി മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ആദ്യ കാലഘട്ടം ഒരു 10,000-3000 വർഷങ്ങൾ പിന്നിലോട്ട് പോകും. മനുഷ്യൻ ഒരു പാലിയോലിത്തിക് ഏജിൽ ജീവിക്കുന്ന കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിക്കും. അവിടെ ആകെ അറിയാവുന്നത് ഹണ്ടിങ്, കാട്ടിൽ നിന്ന് കിട്ടുന്ന ഫലവൃക്ഷാദികൾ നിന്ന് ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു കൂട്ടം വിഭാഗം ആൾക്കാർ. ഇവരുടെ പ്രത്യേകത എന്താ? ഇവർക്ക് ആകെ ഒറ്റ നീഡേ ഉള്ളൂ, വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കണം. ഈ നീഡ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ട ആയുധങ്ങൾ അവർ തന്നെ കണ്ടെത്തും. മൃഗങ്ങളെ വേട്ടയാടാനും പഴം പറിക്കാനും ഇങ്ങനെ വേണ്ട ആയുധങ്ങളും ഉപകരണങ്ങളും അവർ തന്നെ ഉണ്ടാക്കിയെടുക്കും. ഇത് ഇക്കോണമിയുടെ ആവശ്യമാണ്, നിലനിന്ന് പോകേണ്ടവന്റെ ആവശ്യകതയാണ്. അതിൽ നിന്ന് അവൻ അല്പം കൂടി മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് മാറുന്നു. അവൻ അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് തിരിയുന്നു. അഗ്രികൾച്ചറൽ ഫീൽഡിലേക്ക് തിരിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ലാൻഡ് സ്വന്തമായിട്ടുള്ള ആൾ വേണം. ഇവിടെ കൃഷി ചെയ്തോ എന്ന് പറയാനൊരാൾ വേണ്ടേ? ആ ആൾ ആരായിട്ട് മാറി? ക്യാപിറ്റലിസ്റ്റ് ആയിട്ട് മാറി. ബാക്കിയുള്ളവരൊക്കെ പണിയെടുക്കുന്ന അടിമകളായിട്ട് മാറാൻ തുടങ്ങി, അല്ലെങ്കിൽ അടിയാളന്മാരായിട്ട് മാറാൻ തുടങ്ങി. ഈ അടിമകളുടെ അവസ്ഥ മോശമാകും തോറും കാലഘട്ടം പിന്നെയും ഒരു ഡയലക്ടിക്കൽ മെറ്റീരിയലിസത്തിന്റെ മറ്റൊരു വകഭേദത്തിലേക്ക് മാറുകയാണ്. ഇവരെ വിൽക്കുന്നൊരവസ്ഥ വരെ ഉണ്ടാവും സ്ലേവ്സിന്. അതിനുശേഷം വീണ്ടും ആ ഒരു ക്ലാസ് സ്ട്രഗിളിന്റെ ഭാഗമായിട്ട് ഒരു സിന്തസിസ് ഉണ്ടാവുകയാണ്. ഫ്യൂഡൽ ലോർഡ്സ് ഉണ്ടാവുന്നു. ഫ്യൂഡൽ ലോർഡ്സിന്റെ കീഴിൽ പണിയെടുക്കുന്ന വർക്കിംഗ് ക്ലാസ് ഉണ്ടാവും. ഫ്യൂഡലിസവും ശരിയല്ല എന്ന് തോന്നിയപ്പോൾ ഫ്യൂഡലിസവും വർക്കിംഗ് ക്ലാസും തമ്മിലുള്ള സ്ട്രഗിൾ ഉണ്ടാകും. അപ്പൊ ഫ്യൂഡലിസം ഇവിടെ തീസിസ് ആണ്, വർക്കിംഗ് ക്ലാസ് ഇവിടെ ആന്റി തീസിസ് ആണ്. സിന്തസിസ് ഉണ്ടാവും. സിന്തസിസ് എന്നിട്ടാ അതിൽ നിന്നുണ്ടാവുന്ന ഔട്ട്കം അല്ലെങ്കിൽ സിന്തസിസ് എന്ന് പറയുന്നത് രാജാവിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. ഫ്യൂഡലിസം അവസാനിക്കുന്നു. ഒരു മൊണാർക്കി, രാജഭരണ സംവിധാനം നിലവിൽ വരുന്നു. രാജഭരണത്തിന് പോരായ്മയുണ്ട്, അപ്പൊ തീസിസായി. ആന്റി തീസിസ് ഉണ്ട്. എന്താണ് പരിഹാരം എന്ന് കണ്ടെത്തണം. കാരണം രാജഭരണം പൂർണ്ണമായിട്ടും എല്ലാവർക്കും ഈക്വൽ ഡിസ്ട്രിബ്യൂട്ടഡ് അല്ല. സിന്തസിസ് ഉണ്ടായി. എന്തുണ്ടായി? ലിമിറ്റഡ് മൊണാർക്കി. ഇതാണ് മാക്സ് പറയുന്ന ഡയലക്ടിക്കൽ മെറ്റീരിയലിസം ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെയാണ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്തു വന്നിട്ടുള്ളത്. അപ്പൊ ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ തിയറി ഉൽപ്പത്തിയുടെ പുസ്തകം, ജെനിസിസിന്റെ പുസ്തകം നിഷേധിക്കുകയാണ്. അവിടെ ദൈവം എല്ലാം ഉണ്ടാക്കി, ദൈവത്തിന്റെ സൃഷ്ടി, അതിനുശേഷം ദൈവം അവരെ പുറത്താക്കി, അതിനുശേഷം അവർക്ക് നന്മ ചെയ്ത് ജീവിക്കാനുള്ള അവസരം കൊടുത്തു. ഈ തിയറികളൊക്കെ തെറ്റാണെന്ന് ഇദ്ദേഹത്തിന്റെ ഡയലക്ടിക്കൽ മെറ്റീരിയലിസത്തിലൂടെ ഇവിടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. Later on, the antagonism between the slaves and the slave owners gave rise to the establishment of feudal society, wherein cultivation was introduced. During this phase, the slave owners who became feudal lords converted slaves into farm workers or serfs. However, in the next stage of history, conflict between the feudal lords
and the serfs were to undermine the feudal system as so as to assure in the capitalist system. In the capitalist society, the workers being majority and having developed the proletarian attitude are expected to struggle against the capitalist bourgeois class due to polarization of class relation. Class struggle would be witnessed for the purpose of establishment of a socialist society. അപ്പോൾ പണിയെടുക്കാൻ വേണ്ടി മാത്രം വിധിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗം ഫ്യൂഡൽ ലോർഡുമായിട്ട് തർക്കത്തിൽ ഏർപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് അത് ക്യാപിറ്റലിസത്തിലേക്ക് വഴിമാറുകയും ക്യാപിറ്റലിസ്റ്റ് തൊഴിലാളികളെ ചൂഷണം ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊഴിലാളികൾ അതിനെതിരെ ശബ്ദമുയർത്തുകയും അതൊരു കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് വേയിലേക്ക് വഴിമാറുകയും ചെയ്തു. അപ്പോൾ ഒരു തീസിസ് ഉണ്ടാകുന്നു, ഒരു ആന്റി തീസിസ് ഉണ്ടാകുന്നു. ആ ആന്റി തീസിസും തീസിസും തമ്മിലുള്ള ക്ലാസ് സ്ട്രഗിൾ അല്ലെങ്കിൽ സ്ട്രഗിൾ ബിറ്റ്വീൻ ദ ടു ഐഡിയാസ് റിസൾട്ടഡ് ഇൻ എ സിന്തസിസ്, ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും. ഇതാണ് ഡയലക്ടിക്കൽ മെറ്റീരിയലിസം ഹിസ്റ്ററി. അപ്പം അദ്ദേഹം ഹിസ്റ്ററി എടുത്തിട്ട് കാണിച്ചു തരാണ്, കണ്ടോ ഇങ്ങനെയാണ് ഡയലക്ടിക്കൽ മെറ്റീരിയലിസം വർക്കൗട്ട് ആയിട്ടുള്ളതെന്ന് അദ്ദേഹം എല്ലാവരുടെയും മുൻപിൽ അവതരിപ്പിക്കുകയാണ്. ആ അവതരിപ്പിക്കുന്ന രീതിയാണ് ഡയലക്ടിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഐഡിയയും ഡയലക്ടിക്കൽ മെറ്റീരിയലിസം ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഐഡിയ. ക്ലാസ് സ്ട്രഗിൾ. The history of all hitherto existing societies is the history of class struggle. ഇവിടെ മാർക്സ് പറയുന്ന ഒരു കാര്യമാണ്, ഇന്ന് ലോകത്ത് നിലനിൽക്കുന്ന ഏതൊരു സൊസൈറ്റിയുടെയും അന്തസത്ത, തീം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബേസ് എന്ന് പറയുന്നത് ക്ലാസ് സ്ട്രഗിളാണ്. ക്ലാസ് സ്ട്രഗിളിലൂടെ കടന്നു പോരാത്ത ഒരു സൊസൈറ്റിയും ഇല്ല. ഈസ് പോപ്പുലർ കൊട്ടേഷൻ ഫ്രം കാൾ മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദി ആന്റഗോണിസ്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ the main contending classes would lead to the clash of interest. In the ancient slave society, it was between the masters and slaves. In the medieval feudal society, it was between the feudal lords and serfs. In capitalist society, the struggle was between the capitalist and proletarian. അദ്ദേഹം പറയാണ്, ഓരോ കാലഘട്ടത്തിലും രണ്ട് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ആ രണ്ട് ക്ലാസ്സുകൾ തമ്മിലുള്ള സ്ട്രഗിളാണ് നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സ്ട്രഗിളിൻ്റെ ഉപവിപ്ലവം അല്ലെങ്കിൽ ഉപരി ഉൽപ്പന്നമായിട്ട് എന്തെങ്കിലും ഒരു ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും. ആ ബൈ പ്രോഡക്റ്റ് ആണ് പിന്നെ മുന്നോട്ട് നയിക്കുന്നത്. ക്ലാസ് സ്ട്രഗിൾ ഇല്ലാതെ ആർക്കും മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. കോൺട്രാഡിക്ടറി ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ടു പ്രിൻസിപ്പൽ ക്ലാസ്സസ്, ദ എക്സ്പ്ലോയിറ്റേഴ്സ് ആൻഡ് ദ എക്സ്പ്ലോയിറ്റഡ്, ആർ ദി അണ്ടർലൈയിങ് റീസൺ ഫോർ ദ ക്ലാസ് സ്ട്രഗിൾ. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാകുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. എന്തിനാണ് രണ്ട് ക്ലാസ്സുകൾ തമ്മിൽ സ്ട്രഗിൾ ചെയ്യേണ്ട കാര്യം? അതിനുള്ള ഉത്തരവും മാർക്സ് തന്നെ പറയാണ്. മാർക്സ് പറയുന്ന കാരണം, ഒരു ഗ്രൂപ്പ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവരും ഒരു ഗ്രൂപ്പ് എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്നവരുമാണ്. ഈ എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെടുന്ന വിഭാഗം എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നവർക്ക് എതിരായിട്ട് തിരിയുമ്പോഴാണ് ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാകുന്നത്. ഇപ്പം എന്നെ ഒരാൾ ഉപദ്രവിക്കുകയാണ്, എന്നെ ഒരാൾ ചൂഷണം ചെയ്ത് അയാൾ കൂടുതൽ പൈസ ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ അയാൾക്കെതിരെ തിരിഞ്ഞാൽ അവിടെയാണ് ക്ലാസ് സ്ട്രഗിൾ. ചൂഷണം ചെയ്യപ്പെടുന്നവനും ചൂഷണം ചെയ്യുന്നവനും തമ്മിലുള്ള അന്തരം തിരിച്ചറിഞ്ഞ് ഞാൻ അവനെതിരെ പ്രതികരിച്ചാൽ അവിടെയാണ് ക്ലാസ് സ്ട്രഗിള് സംഭവിക്കുന്നത്. മാർക്സ് വിഷ്വലൈസ്ഡ് ദ പ്രോബബിൾ ക്ലാസ് സ്ട്രഗിൾ ഇൻ ദി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. ഇൻ ഹിസ് തിയറി ഓഫ് റെവല്യൂഷൻ 2, Marx observed that the class conflict in the capitalist system did not occur automatically. It is only through the conscious involvement of the working class that the class struggle would take to the shape of a revolution. അദ്ദേഹം പറയാണ്, വെറുതെ ഒരു സുപ്രഭാതത്തിലൊന്നും ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവില്ല. രണ്ട് ക്ലാസ്സുകൾ ഉണ്ടാവണം. ആ രണ്ട് ക്ലാസ്സും ഒരു ക്ലാസ് മറ്റൊരു ക്ലാസ്സിനെ ചൂഷണം ചെയ്യുന്നു എന്നുള്ളത് അവർ തിരിച്ചറിയുകയും അവരതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറായാൽ മാത്രമേ അവിടെ ഒരു ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവുള്ളൂ, ഒരു വിപ്ലവം, റെവല്യൂഷൻ എന്ന് പറയുന്നത് പൊട്ടിപ്പുറപ്പെടുകയുള്ളൂ. റെവല്യൂഷൻ പൊട്ടിപ്പുറപ്പെടേണ്ട ആവശ്യം എന്ന് പറയുന്നത് സമകാലീനമായിട്ടുള്ള മാറ്റങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ള ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. എന്നും തൊഴിലാളി വിഭാഗം ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരുന്നാൽ അവനൊരു കാലത്തും ഡെവലപ്മെന്റ് ഉണ്ടാവില്ല.
ആ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്ലാസ് സ്ട്രഗിളുകൾ സംഭവിക്കുന്നത്. തിയറി ഓഫ് സർപ്ലസ് വാല്യൂ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, എങ്കിലും ഒന്നുകൂടി അതിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെയാണെന്ന് പറയാം. അക്കോർഡിംഗ് ടു ദ സർപ്ലസ് വാല്യൂ തിയറി ഓഫ് കാൾ മാർക്സ്, wealth is considered as the product of labor. It is a Marxian economic concept that professed to explain the instability of the capitalist system. Adhering to David Ricardo's labor theory of value, Karl Marx held that human labor was the source of economic value. ഇവിടെ കാൾ മാർക്സ് കൃത്യമായിട്ട് പറയാണ്, അധ്വാനിക്കുന്ന തൊഴിലാളിയുടെ അധ്വാനമാണ് ക്യാപിറ്റലായിട്ട് മാറുന്നത്, മൂലധനമായിട്ട് മാറുന്നത്, അല്ലെങ്കിൽ പ്രോഫിറ്റ് എന്ന് വിളിക്കാവുന്ന അല്ലെങ്കിൽ ഇക്കണോമിക് വാല്യൂവിൽ അളക്കാൻ പറ്റുന്ന എന്തും അത് തൊഴിലാളിയുടെ അധ്വാനത്തിൻ്റെയാണ്. ആ അധ്വാനത്തിൻ്റെ വിഹിതം തൊഴിലാളിക്ക് അവകാശപ്പെട്ടതാണ്. അതെങ്ങനെയാണ് മുതലാളി എടുക്കുക? മുതലാളിക്ക് അതിൽ യാതൊരു അവകാശവും ഇല്ല എന്നാണ് മാർക്സ് പറയുന്നത്. ഒപ്പം മാർക്സ് പറയുന്നു ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം സംഭവിക്കും. തീസിസ് ഉണ്ടാവും, ആൻറ്റി തീസിസ് ഉണ്ടാവും, സിന്തസിസ് ഉണ്ടാവും. പക്ഷേ ഒരു കമ്മ്യൂണിസ്റ്റ് ഐഡിയോളജി നിലവിൽ വന്നാൽ അവിടെ പിന്നെ ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവില്ല. കാരണം രണ്ട് ക്ലാസ് ഇല്ല, എല്ലാവരും പണിയെടുക്കുന്നു, എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ലാഭം കിട്ടുന്നു. അവിടെ ആരാണ് ആരെ ചൂഷണം ചെയ്യുന്നത്? ഒരു തരത്തിലുള്ള ക്ലാസ് സ്ട്രഗിളും ഉണ്ടാവില്ല. അതാണ് മാർക്സിൻ്റെ ആശയത്തിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. The capitalist pays his workers less than the value of their labor has added to the goods. It was usually only enough to maintain the workers at a subsistence level. The capitalists appropriate the remaining values of the product as profit. The value thus appropriated by the capitalist is known as surplus value. To make a profit, Marx argued the capitalists appropriate this surplus value, thereby exploiting the laborer. അപ്പോൾ ഇവിടെ കൃത്യമായിട്ട് മാർക്സ് പറയാണ്, ഒരു ലേബർ, ഒരു തൊഴിലാളി പണിയെടുത്തുണ്ടാക്കുന്ന വാല്യൂ എന്തോ അതാണ് ശരിക്കുമുള്ള റിയൽ ഇക്കണോമിക് വാല്യൂ എന്ന് പറയുന്നത്. അത് പൂർണ്ണമായിട്ടും തൊഴിലാളിക്ക് അവകാശപ്പെട്ടതാണ്. ഏതെങ്കിലും സമയത്ത് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതിന് വേണ്ടി തൊഴിലാളിയെ കൊണ്ട് കൂടുതൽ പണിയെടുപ്പിച്ച് ആ കൂടുതലായിട്ട് ഉണ്ടാക്കപ്പെടുന്ന ഉൽപ്പന്നത്തിൻ്റെ ലാഭം പൂർണ്ണമായിട്ടും മുതലാളി കൈപ്പറ്റുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയാണ് ഇനീക്വാലിറ്റി എന്ന് പറയുന്നത്. ഇതിനെയാണ്, ഈ അധികമായിട്ടുണ്ടാവുന്ന ലാഭത്തിനെയാണ് സർപ്ലസ് വാല്യൂ എന്ന് പറയുന്നത്. മാർക്സ് പറയുന്നു ആ സർപ്ലസ് വാല്യൂ പൂർണ്ണമായിട്ടും ലേബറിനുള്ളതാണ്, മുതലാളിക്കുള്ളതല്ല. പക്ഷെ ഈ സർപ്ലസ് വാല്യൂ എങ്ങനെ ഉണ്ടാവുന്നത്? മുതലാളി തൊഴിലാളിയെ കൊണ്ട് കൂടുതലായിട്ട് പണിയെടുപ്പിക്കുകയാണ്. കാരണം ആ പണിയെടുപ്പിച്ചാൽ മാത്രമേ മുതലാളിക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സർപ്ലസ് വാല്യൂ തൊഴിലാളിക്ക് വീതിച്ചു കൊടുക്കണം എന്നുള്ള അവകാശവാദമാണ് അദ്ദേഹത്തിൻ്റെ സർപ്ലസ് വാല്യൂ തിയറിയിലൂടെ കാൾ മാർക്സ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദ പ്രോലിറ്റേറിയൻസ്, അദ്ദേഹം പറയുന്നു എല്ലാ അധികാരവും, പരമാധികാരം പൂർണ്ണമായിട്ടും തൊഴിലാളിയുടേതാവണം. ആരും മുതലാളിയില്ല, എല്ലാവരും തൊഴിലാളികൾ. നിങ്ങൾ പണിയെടുത്തോ, നിങ്ങൾക്ക് അതിനുള്ള വേതനം കിട്ടും. നിങ്ങൾ കൂടുതലായിട്ട് പണിയെടുക്കുന്നുണ്ടോ, ആ കൂടുതലായിട്ട് പണിയെടുത്തതിൻ്റെ ലാഭവും നിങ്ങൾക്ക് തന്നെ കിട്ടും. ഭരണം പൂർണ്ണമായിട്ടും തൊഴിലാളികളുടെ കയ്യിൽ. തൊഴിലാളികൾ കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നു. അവരുടെ ലാഭത്തിൽ നിന്നും അവരൊരു വിഹിതം ക്യാപിറ്റലായിട്ട് കമ്പനിയിലേക്ക് തന്നെ നിക്ഷേപിക്കുന്നു. കമ്പനി അവരുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഉയർന്നു വരും. ഇതാണ് തൊഴിലാളികളുടെ ആധിപത്യത്തിന് കീഴിൽ കമ്പനിയെ കൊണ്ടുവരുന്ന ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ തിയറി എന്ന് പറയുന്നത്. ലോകത്ത് വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കിയ തിയറിയാണ്. ക്യാപിറ്റലിസം ഇറ്റ്സെൽഫ് ക്രിയേറ്റ്സ് ദി കണ്ടീഷൻസ് ഫോർ ദി ഓവർത്രോ ഓഫ് ദി ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി. ദ എക്സ്പാൻഷൻ ഓഫ് ദ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഇന്നർ കോൺട്രാഡിക്ഷൻസ് would ultimately leads to the inevitable destruction. According to Marx and Engels, the landless and propertyless proletariat people who are being crucially exploited by the capitalist will overthrow the capitalist government through a revolution. അപ്പോൾ ഇവിടെ പറയാണ്, ഒരു ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റി നിലനിൽക്കുന്നത് തന്നെ ക്യാപിറ്റൽ മുടക്കുന്നവൻ്റെ, അതായത് ക്യാപിറ്റലിസ്റ്റിന്റെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്, മുതലാളിമാരുടെ ലാഭത്തിന് വേണ്ടിയിട്ടാണ്. അവരുടെ ലാഭത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ എന്ത് സംഭവിക്കും? പ്രോളിറ്റേറിയൻസ്, അതായത് അടിസ്ഥാനമായിട്ടും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾ, അവരുടെ ലാഭവും അവർക്ക് കിട്ടേണ്ട അവകാശങ്ങളുമാണ് അവിടെ നിഷേധിക്കപ്പെടുന്നത്. ഇത് നിഷേധിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, ഒരു ഗ്രൂപ്പ് വല്ലാണ്ട് റിച്ച് ആവും, ഒരു ഗ്രൂപ്പ് എപ്പോഴും താഴേക്കിടയിൽ തന്നെ അധികൃതരായിട്ട് കിടക്കേണ്ടി വരും. അവർക്ക് പ്രോപ്പർട്ടി ഇല്ല, അവർക്ക് ലാൻഡ് ഇല്ല, ഒന്നും നേടാനായിട്ട് കഴിയാത്ത ഒരു സാഹചര്യം. ഇത് ഒഴിവാക്കി ഇതിനെതിരെ തൊഴിലാളികൾ ഉയർന്നു വരികയും അവരുടെ പ്രക്ഷോഭത്തിന്റെ ഫലമായി റെവല്യൂഷനിലൂടെ നിലനിൽക്കുന്ന ക്യാപിറ്റലിസ്റ്റ് ഗവൺമെന്റിനെ മറിച്ചിടാൻ അവർക്ക് സാധിച്ചാൽ മാത്രമേ യഥാർത്ഥ കമ്മ്യൂണിസം നിലവിൽ വരുള്ളൂ എന്നാണ് മാർക്സ് പറയുന്നത്. It gave the workers control over the means of production. Following the capture of political power, the working class adopt socialist measures. In views of the abrupt changes of state power, there is bound to be political instability. Further, since the ruled class suddenly replaced the ruling class, the administration would be in ടർമോയിൽ. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയാണ്, എപ്പോഴാണോ തൊഴിലാളി വിഭാഗം അവരുടെ വിപ്ലവത്തിന്റെ ഭാഗമായിട്ട് അധികാരം പിടിച്ചെടുക്കുന്നത്, അന്നു മുതൽ ആ രാജ്യത്ത് അല്ലെങ്കിൽ ആ ഒരു സംവിധാനത്തിലെ ഒരു സോഷ്യലിസ്റ്റ് രീതി നിലനിന്നു പോവേണ്ടത് അത്യാവശ്യമാണ്. സപ്പോസ് ഏതെങ്കിലും ഒരു കാലത്ത് റൂൾ ചെയ്യുന്ന ക്ലാസ് റീപ്ലേസ് ചെയ്യാണ്, ഭരിക്കുന്ന ക്ലാസ് ഭരിക്കപ്പെടുന്ന ക്ലാസ് കൊണ്ട് റീപ്ലേസ് ചെയ്യുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ടർമോയിലേക്ക് പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മാറ്റമില്ലാതെ തുടരുന്നൊരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഒരു അട്ടർ ഫെയിലിയറിലേക്ക് പോകും. സിൻസ് ദ ബൂർഷ്വൈസ് ഫെയിൽ ടു ഡൈജസ്റ്റ് ഇറ്റ്സ് ഇൻഫീരിയർ പൊസിഷൻ, ഇറ്റ് ക്രിയേറ്റ് പ്രോബ്ലംസ് ഫോർ ദ സ്റ്റേറ്റ് അപ്പാരറ്റസ്. ഇൻ ഫാക്ട് ഇറ്റ് മൈറ്റ് ഓർഗനൈസ് ദി ആൻറ്റി പ്രോലറ്റേറിയൻ മൂവ്മെന്റ് ആസ് എ പാർട്ട് ഓഫ് that the political system might be sabotaged or even destroyed so that the capitalist class regain its hold on the state power. ഇവിടെ കൃത്യമായിട്ട് പറയാണ്, ഭരിക്കപ്പെടുന്ന ഒരു സംവിധാനം ഇവിടെ നിലനിൽക്കുന്നുണ്ട്, ഭരിക്കുന്ന ഒരു സംവിധാനമുണ്ട്. ഭരിക്കുന്ന സംവിധാനത്തിനേക്കാൾ മുകളിൽ ഭരിക്കപ്പെടുന്ന ആളുകൾ വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ഡിസ്ട്രക്ഷനിലേക്കാണ്. അപ്പൊ ഇവിടെ നിലനിൽക്കുന്ന ഗവൺമെന്റിന്റെയും മുകളിലേക്ക് വരുന്നത് ക്യാപിറ്റലിസ്റ്റ് ആണ്. കാരണം ക്യാപിറ്റലിസ്റ്റിന്റെ കീഴിൽ പണിയെടുക്കുന്ന ഒരുപാട് പ്രോലറ്റേറിയറ്റ്സ് ഉണ്ട്. ഈ സാഹചര്യം ഒരിക്കലും സംഭവിക്കരുത് എന്നാണ് മാർക്സ് പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അത് ആ സൊസൈറ്റിയുടെ തന്നെ നാശത്തിന് കാരണമായി തീരും. അപ്പൊ എന്ത് വേണം? സൊസൈറ്റിയുടെ ആധിപത്യം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ജനങ്ങളുടെ, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ കയ്യിൽ നിൽക്കണം. അതൊരു ടീം വർക്കാണ്. അവിടെ ഒറ്റയ്ക്ക് ആരും സമ്പന്നനാവുന്നില്ല, തൊഴിലാളികൾ മൊത്തം സമ്പന്നരാവുകയാണ്. അപ്പോൾ അത് സ്റ്റേറ്റിന്റെ ഡെവലപ്മെന്റിന് കൂടുതലായിട്ട് സഹായിക്കും. ഹെൻസ് ദ നീഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ദ ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോലറ്റേറിയറ്റ്സ് ഈസ് ആന്റിസിപ്പേറ്റഡ്. ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദാറ്റ് ഫേസ് the bourgeois would be restricted to enjoy all the rights as the other people do. Marx emphasized on this concept because of the ruling class would never relinquish its power voluntarily. അപ്പോൾ ഒരിക്കലും അവരവരുടെ പവർ, അധ്വാനിക്കുന്ന തൊഴിൽ വിഭാഗത്തിനാണ് പവർ കിട്ടുന്നതെങ്കിൽ അവർക്ക് കിട്ടിയ പവറിനെ ഒരിക്കലും നാശമാക്കി കളയില്ല. അതെങ്ങനെയെങ്കിലും അവരത് കൃത്യമായിട്ടുള്ള രീതിയിൽ അതിനെ ഉപകാരപ്പെടുത്തും എന്നുള്ളൊരു ബോധ്യം മാർക്സിന് ഉണ്ടായിരുന്നു. Withering away of the state. With the proletarian revolution, capitalism would be destroyed and the exploiting class would disappear. The dictatorship of the proletariat comes after the revolution is a transitional stage. In the transitional stage, the state will used by the proletariat to destroy any resistance of the bourgeois. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ ബൂർഷ്വൈസിന്റെ മുകളിൽ പ്രോലറ്റേറിയറ്റ്സ് അധികാരം നേടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെയുള്ള പീരീഡ് എന്ന് പറയുന്നത് അവരുടെ വളർച്ചയുടെ ട്രാൻസിഷൻ പീരീഡാണ്.
ആ ഒരു മാറ്റം ഉൾക്കൊള്ളുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയിൽ ബൂർഷോയ്സ് വീണ്ടും അവരുടെ പ്രാതിനിധ്യം വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തിയാൽ അതിനെ തടഞ്ഞു നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇറ്റ് വിൽ ലീഡ് ടു ദ ലാസ്റ്റ് ഗോൾ ഓഫ് കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി. അങ്ങനെ തടഞ്ഞു നിർത്തിയാൽ മാത്രമേ ഇവരുടെ ഏറ്റവും അവസാനത്തെ ഗോൾ, ലക്ഷ്യമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി, കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ കോമൺ എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ എല്ലാവർക്കും തുല്യമായിട്ട് നീതി ലഭിക്കുന്ന സൊസൈറ്റിയിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. വൺസ് ദ ടാസ്ക് assigned to the proletarian class get completed, then a situation emerges whether in the contending class cease to exist. The changes of relation is witnessed in the background of the implementation of socialist programs and policies, and thereby fulfilling the needs of all irrespective of their position in society. As a result, social institutions like family and religion lost their significance and thereafter died to natural death. അപ്പോൾ അദ്ദേഹം പറയാണ്, ഒരു കോമൺ സൊസൈറ്റി വന്നാൽ, ഒരു കമ്മ്യൂണൽ സൊസൈറ്റി ഇവിടെ വന്നാൽ, കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി വന്നു കഴിഞ്ഞാലുള്ള മെച്ചമാണ് പറയുന്നത്, അവിടെ പിന്നെ റിലീജിയന് പ്രാധാന്യമില്ല, അവിടെ പിന്നെ ഫാമിലിക്ക് പ്രാധാന്യമില്ല. കാരണം എല്ലാം എല്ലാവരുടെയും കൺട്രോളിലാണ്. ഞാൻ ഒറ്റയ്ക്ക് ഭരിക്കുന്നില്ല, എൻ്റെ കൂടെ പണിയെടുക്കുന്ന എല്ലാവർക്കും ഭരിക്കാനുള്ള അവകാശമുണ്ട്, എല്ലാവരും ഭരിക്കപ്പെടാനുള്ള അവകാശമുണ്ട്. അവിടെ ഇൻസ്റ്റിറ്റ്യൂഷനുകളായിട്ടുള്ള അല്ലെങ്കിൽ സൊസൈറ്റിയെ രൂപീകരിക്കുന്ന സോഷ്യലൈസിങ് ഏജൻ്റ് ആയിട്ടുള്ള ഫാമിലി, റിലീജിയൻ, പിയർ ഗ്രൂപ്പ്, ഇവർക്കൊന്നും പ്രാധാന്യമില്ല. ഒറ്റ പ്രാധാന്യം അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗത്തിന് മാത്രം, പ്രോലിറ്റേറിയറ്റ് ഗ്രൂപ്പിന് മാത്രമാണ്. The changes of relations is witnessed in the background of the implementation of socialistic programs and policies, and thereby fulfilling the needs of all, irrespective of their position in society. As a result, social institutions like family and religion lost their significance and thereafter die in a natural death. There would be no scope for private property to be accumulated in a few hands. Rather, the state owns all the means of production and thereby regulates the process of distribution. Over a period of time, community such as controls the economic activity in the society. As a consequence, there would be no need for the use of state and its agencies. Hence, Marx opined that the state would wither away on its own. അപ്പോൾ ഇവിടെ അദ്ദേഹം പറയാണ്, സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന്റെ ആവശ്യമില്ല, ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ആവശ്യമില്ല, എല്ലാം എല്ലാവരുടേതാണ്. എനിക്ക് വീടുണ്ടെങ്കിൽ ഈ സമൂഹത്തിലുള്ള എല്ലാവർക്കും വീടുണ്ട്. അപ്പോൾ ഞാൻ എന്തിനാണ് വീട് കുത്തി തുറക്കേണ്ട കാര്യം? ഞാൻ എന്തിനാണ് മോഷ്ടിക്കേണ്ട കാര്യം? എനിക്ക് വാഹനം ഉണ്ടെങ്കിൽ എൻ്റെ ചുറ്റിലുള്ള പണിയെടുക്കുന്ന എല്ലാവർക്കും വാഹനമുണ്ട്. ഞാൻ മുതലാളിയാണെങ്കിൽ എൻ്റെ കൂടെ പണിയെടുക്കുന്ന എല്ലാവരും മുതലാളിമാരാണ്. ആർക്കും കൂടുതലായിട്ടുള്ള ഒരു അധികാരവും പതിച്ചു കിട്ടുന്നില്ല. അങ്ങനെ പതുക്കെ പതുക്കെ ഗവേണിംഗ് ഏജൻസ് ആയിട്ടുള്ള എല്ലാവരെയും ഇല്ലാതാക്കാം. ഗവൺമെന്റ്, പോലീസ്, എല്ലാത്തിൻ്റെയും ആവശ്യം ഇല്ലാതാവും. റിയൽ കമ്മ്യൂണിസം നിലവിൽ വന്നാൽ എന്നാണ് മാർക്സ് പറയുന്നത്. The political, social and economical principles of Marx have a tremendous influence over the world. His arguments are inspiring to the working class. His theories like class struggle, surplus value and classless society exerted tremendous influence over the working class of the entire world. They expected an inevitable collapse of capitalism by the organized works of the working class. It provided an unprecedented solidarity and brotherhood among the workers of the world. ഇവിടെ കാറൽ മാർക്സിന്റെ തിയറി ലോകത്തെ എല്ലാ വർക്കിംഗ് ക്ലാസ്സിനെയും പിടിച്ചു കുലുക്കിയ ആശയം. കാരണം വളരെ നല്ലൊരു സിദ്ധാന്തമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. പണിയെടുക്കുന്ന എല്ലാവരും തുല്യമായിട്ട് വീതിച്ചു കിട്ടുന്നു, എല്ലാം അവരുടെ കൺട്രോളിൽ തന്നെ വരുന്നു, ആർക്കും കൂടുതലും ഇല്ല കുറവുമില്ല, ഡിസ്ട്രിബ്യൂഷൻ ഈക്വൽ ആയിരിക്കും. അപ്പൊ ഈ ഒരു സംവിധാനം നിലവിൽ വന്നാൽ അത് ലോകത്തിന് മൊത്തം നല്ലതാണ് എന്നുള്ള തിരിച്ചറിവാണ് ആളുകളെ ഈ തിയറിയിലേക്ക് കൂടുതലായിട്ട് ആകർഷിച്ചത്. മെനി പൊളിറ്റിക്കൽ ഐഡിയാസ് കം ആൻഡ് ഗോ ഓവർ the last several centuries, but few have been as controversial and influential as Marxism.
In fact, Marxism was intentionally developed as an alternative to capitalism. Marx and Engels saw capitalism is ruining Western societies in the individualized and unregulated world of child labor, income inequality, and monopolies. ഇതിൻ്റെ ഏറ്റവും വലിയ മെച്ചങ്ങളാണ് പറയുന്നത്. മൊണോപ്പൊളി ഇല്ലാണ്ടാക്കും. കാരണം ഏകാധിപത്യം ഇല്ല, ആരുടെയും ഒറ്റയ്ക്കുള്ളതില്ല, എല്ലാം തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചൈൽഡ് ലേബർ ഇല്ല. കാരണം പണിയെടുക്കാൻ വിധിക്കപ്പെട്ട ഒരു വിഭാഗം മാത്രം പണിയെടുത്താൽ മതി. അവരെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നവരെ കൊണ്ട് ആരും പണിയെടുപ്പിച്ച് കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നില്ല. കാരണം ലാഭം മുഴുവൻ സമൂഹത്തിനാണ്, ലാഭം മുഴുവൻ തൊഴിലാളിക്കാണ്. പിന്നെയുള്ളത് ഇൻകം ഇനീക്വാളിറ്റി. എനിക്ക് 10,000 രൂപ ശമ്പളം കിട്ടുന്നു, എൻ്റെ അപ്പുറത്തുള്ളവന് 30,000 രൂപ ശമ്പളം കിട്ടുന്നു. അങ്ങനെ ഒരു പ്രശ്നമില്ല, എല്ലാവർക്കും ഒരേ ശമ്പളം. 15,000 രൂപ വെച്ച് കിട്ടില്ലെങ്കിൽ എല്ലാവർക്കും 15,000 രൂപ വെച്ച്. മാർക്സ് ഡിഡ് നോട്ട് ലിവ് ടു സീ ഹിസ് ഐഡിയാസ് carried out in his own lifetime, but his writings formed the theoretical base for the modern international communism. അദ്ദേഹത്തിന് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ തിയറി ഫലവത്താവുന്നത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ തിയറികളും അദ്ദേഹത്തിൻ്റെ റൈറ്റിങ്സും ലോകത്തെ ഏറ്റവും വലിയ ആശയമായിട്ട് ഉയർന്നു വരാൻ കമ്മ്യൂണിസത്തെ സഹായിച്ചു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തിൽ തീസിസ്, ആൻറ്റി തീസിസ്, സിന്തസിസ് എന്നിവ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നതും അതെങ്ങനെ ഹിസ്റ്ററിയിൽ വർക്കൗട്ട് ആവുന്നു എന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. ക്ലാസ് സ്ട്രഗിളിനെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ ക്ലാസ് സ്ട്രഗിൾ എന്തുകൊണ്ടുണ്ടാവുന്നു, ഒരു ഗ്രൂപ്പ് മറ്റൊരു ഗ്രൂപ്പിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലാസ് സ്ട്രഗിൾ ഉണ്ടാവുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഉപ ഉൽപ്പന്നം ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് പറഞ്ഞതാണ് തിയറി ഓഫ് സർപ്ലസ് വാല്യൂ. കൂടുതലായിട്ട് അധ്വാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്ന അഡീഷണൽ വാല്യൂ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബൂർഷകള് പൈസ ഉണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ അതിനെ തൊഴിലാളി വിഭാഗം എതിർത്ത് നിൽക്കുകയും അത് അവരുടെ അവകാശമാണെന്ന് അവർ തിരിച്ചറിയുകയും ചെയ്തപ്പോൾ അത് സർപ്ലസ് വാല്യൂ ആയിട്ട് മാറാൻ തുടങ്ങി. ഡിക്റ്റേറ്റർഷിപ്പ് ഓഫ് ദി പ്രോലറ്റേറിയറ്റ് എന്ന് പറയുന്നത് എല്ലാ അവകാശങ്ങളും തൊഴിലാളി വർഗത്തിനാണെന്നും അതുകൊണ്ടുണ്ടാകാവുന്ന ഏറ്റവും വലിയ നേട്ടം സ്റ്റേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇല്ലാതാക്കുന്ന രീതിയിലേക്ക് സമൂഹം വളരുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം, നന്നായിട്ട് പഠിക്കുക.